ഒരു വർഷം അവസാനിക്കാൻ ഇനി 2-3 മാസം കൂടെ ഉള്ളെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലേ. പക്ഷെങ്കിൽ എന്ത് ചെയ്യാനാണ്, സെപ്റ്റംബറിൽ സ്കൂൾ ഓപ്പണായി, പിള്ളേരെല്ലാം ആ തിരക്കിലായിപ്പോയി. ഓണം കഴിഞ്ഞു, ഇപ്പോൾ ദേ സമ്മറും കഴിഞ്ഞു. ഒക്ടോബർ മാസത്തിൽ ഒഫീഷ്യലി ഇവിടെ അയർലൻഡിൽ ടൈം ചേഞ്ച് ആകും. നാട്ടിലെ സമയവുമായിട്ട് ഒരു 5.5 മണിക്കൂറത്തെ ഡിഫറൻസ് ആയിരിക്കും. പിന്നെ അങ്ങോട്ട് ഒന്നും പറയണ്ട, ഡ്യൂട്ടിക്ക് പോകുന്നതും വരുന്നതും ഒക്കെ ഇരുട്ടത്താണ്. പിന്നെ പകലിൻ്റെ സമയം തീർത്തും കുറയും, ഇരുട്ടാണ് കൂടുതൽ. എന്നാൽ പോലും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പ്രതീക്ഷയുള്ളതാണ് നമ്മളുടെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ. പിന്നെ ഈ പറഞ്ഞ ക്രിസ്മസും ന്യൂ ഇയറും ഹാലോവീനും ഒക്കെയാണ് നമ്മുടെ വിൻ്ററിലെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്ന് മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വണ്ടി സ്മൂത്തായിട്ട് അങ്ങ് ഓടിക്കോളും കേട്ടോ, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ. നിങ്ങൾ ഓർക്കും ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതൊക്കെ എപ്പോഴും നടക്കുന്ന പരിപാടിയാണ്. ഇതിപ്പം അണയാൻ പോകുന്ന തീയുടെ ഒരു ആളിക്കത്തൽ എന്ന ഭാഗമായിട്ടാണ് കേട്ടോ ഈ അഭ്യാസ പ്രകടനമൊക്കെ. ഇനിയിപ്പം ഈ ചെടിയൊക്കെ ഒന്ന് വെട്ടം കാണണമെങ്കിൽ മാർച്ച് ഏപ്രിൽ ആകണം. അതുവരെ ഇനി ഇവർക്ക് വെള്ളം കണി കാണാൻ പോലും കിട്ടുകയില്ല. ഞാനൊന്ന് സ്പ്രേ ചെയ്ത് മാത്രമേ കൊടുക്കത്തുള്ളൂ, അല്ലേ ഓവർ വാട്ടറിങ് ആയിട്ട് ഇവരെല്ലാം നശിച്ചു പോകും. പിന്നെ വേനൽക്കാലത്തെ വേറെ ഒരു കായിക അഭ്യാസമായിരുന്നു വെയിൽ കാണുമ്പോഴേ തുണിയെല്ലാം എടുത്ത് വെയിലത്തിട്ട് ഉണങ്ങുക. എന്തൊരു അഹങ്കാരമായിരുന്നു. ഇപ്പം ദേ കിടക്കുന്നു, ഷെഡിൻ്റെ അകത്ത് 4-5 അയയും വലിച്ചു കെട്ടിയിട്ടുണ്ട്. തുണിയെല്ലാം ഇപ്പം ഇങ്ങനെയാണ് ഉണങ്ങിയെടുക്കുന്നത്. പിന്നെ ഒരു ഉപകാരം ഉള്ളത്, നമുക്ക് ഡ്രയർ അധികം വർക്ക് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല, കറണ്ടിൽ ലാഭിക്കാം. അപ്പം ഇങ്ങനെ ഷെഡൊക്കെ ഉള്ളവരൊക്കെ ഒരു 3-4 അയ കെട്ടിയാൽ നമുക്ക് 1-2 ദിവസം കൊണ്ടൊക്കെ നമ്മുടെ തുണിയെല്ലാം നല്ല സൂപ്പറായിട്ട് ഉണങ്ങിയെടുക്കാം. അതിപ്പോൾ വിൻ്ററിലാണെങ്കിൽ പോലും നമുക്ക് ഒരു 2 ദിവസം ഇട്ടാൽ മതി, തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അലൂമിനിയം ഷീറ്റ് കൊണ്ടുള്ള ഷെഡ് ആയതുകൊണ്ട് സൂര്യനൊന്ന് വന്ന് എത്തി നോക്കിയിട്ട് പോയാൽ മതി. ഷെഡ് നല്ല ചൂടായിട്ട് ഇട്ടിരിക്കുന്ന തുണിയൊക്കെ വേഗം നമുക്ക് ഉണങ്ങി കിട്ടും. ഇത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നോർത്ത് ഇന്ത്യ പോയിട്ട് വന്നപ്പോൾ എനിക്ക് കൊണ്ടു തന്ന ഗിഫ്റ്റാണ് കേട്ടോ, ഒരു ഐറിഷ് ഫ്രണ്ടാണ്. ഈ ബോക്സ് തുറന്നപ്പം സൈഡിൽ കൂടെ ചെറിയൊരു നൊസ്റ്റു ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം ഈ നാരങ്ങ മിഠായി തന്നെയാണ് കേട്ടോ. അതിനൊപ്പം പണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരു പാസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഹാജ്മോല എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ സംഭവത്തിൻ്റെ ഒക്കെ ഒരു ചെറിയ ടേസ്റ്റും സ്മെല്ലും ഒക്കെ വരുന്ന കുറച്ച് സാധനങ്ങളായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത്. എന്നാണെങ്കിലും സാധനം അടിപൊളിയാണ്. നല്ലൊരു ക്യൂട്ട് പാക്കിങ്, ഒരു ചന്തമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തങ്ങ് മാറ്റി. വിൻ്റർ വിശേഷങ്ങളും കത്തിവെപ്പും കഥപറച്ചിലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സൂപ്പർ അവിയലും മമ്മി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 2 സ്പൂൺ തൈര് ഒഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അടുത്തോട്ട് ചെന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അടുത്ത കത്തിവെപ്പും കഥപറച്ചിലുമായിട്ടൊക്കെ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളെ കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം ലിജി. ബൈ ബൈ, ടേക്ക് കെയർ.